ഇന്ന് ഈസിയായ ഒരു ടൊമാറ്റോ റൈസ് അങ്ങ് റെഡി ആക്കിയാലോ. അപ്പോൾ കഴുകിയെടുത്ത ബസ്മതി റൈസിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം 2 ഗ്രാമ്പു, പട്ട, ഏലക്ക, മസാല, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില ഇവയെല്ലാം എടുത്ത് വെക്കുക. ഒരു സവാള, 3 തക്കാളി അരിഞ്ഞ് വെക്കുക. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ കഴുകിയെടുത്ത് വെച്ചിരുന്ന അരിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല ഒരു തിളയായി കഴിയുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കുക. ഇപ്പം വെന്തിട്ടുണ്ട്, ഇനി അതിനെ ഊറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ പാനടുപ്പത്തേക്ക് വെച്ച് പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. പച്ചമുളക്, കറിവേപ്പില, നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഇത് പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കാഷ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അത് എടുക്കാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്കിട്ട് ഇളക്കി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് ടൈം കൊടുക്കുക. അതിന് ശേഷം ഒരു ഗ്രേവി പോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി അടച്ച് വെക്കുക. വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമ്മൾ എടുത്ത് വെച്ച ചോറ് അതിലേക്കിട്ട് ഇളക്കി അവസാനം നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, സൂപ്പറാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.